നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം വെട്ടിക്കുറച്ചത് 122 എന്നുള്ളത് 50 വെട്ടിക്കുറച്ചതിന്റെ പേരിൽ മലപ്പുറത്തടക്കം എല്ലാ സ്ഥലങ്ങളും കൊച്ചിയിലടക്കം എനിക്ക് സംസ്ഥാനത്തെ പല ഭാഗങ്ങളും പ്രതിഷേധമുണ്ടായിരുന്നു. മലപ്പുറത്താണ്, മലപ്പുറം ഗ്രൗണ്ടിൽ നടന്നാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. അവിടെ കയ്യേറ്റം ഉണ്ടാകുന്നുണ്ട്. എന്തോ മലപ്പുറം ഗ്രൗണ്ടിൽ 194 പേർ എത്തിയിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. RTO സ്ഥലത്തെത്തി. മലപ്പുറം ഗ്രൗണ്ടിലെ പ്രതിഷേധമാണിപ്പോൾ സംഘർഷത്തിലേക്ക് പോയത്. ഷഹദ് റഹ്മാൻ ചെയ്യുന്നു. ഷഹദ്, അത് സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് മറുപടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 3 മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇവർക്ക് കൃത്യമായിട്ട് ഡേറ്റ് നൽകിയതാണ്. ആ ഡേറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ സ്ത്രീകളും ആളുകളും വലിയ രീതിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവരോട് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരോടും ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കാരണം കുട്ടികളെയൊക്കെ വീട്ടിലാക്കി ആണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ടെസ്റ്റ് നടത്തണം, 50 പേർക്ക് മാത്രമായിട്ട് ടെസ്റ്റ് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നു. തുടർന്ന് ഈ പോകാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ഇവിടെയുള്ള ആളുകളെല്ലാവരും കൂടി തടയാൻ ശ്രമിച്ചു. ഇതാണ് ഇപ്പോൾ പ്രകോപനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് ഇതിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ടെസ്റ്റ് നടത്താൻ വന്ന ആളുകൾക്ക് നേരെ കയ്യേറ്റം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് കൃത്യമായിട്ട്, അതായത് ഇവരോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആളുകളെ സംബന്ധിച്ച അവരുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും. കാരണം ഗൾഫിൽ ഉൾപ്പെടെ പോകാനുള്ള ആളുകളുണ്ട്, അവർക്ക് ഇനി ഒരു അവസരം കിട്ടുകയില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നപ്പോഴാണ് ആളുകൾ തടഞ്ഞത്. ഇപ്പോൾ കയ്യേറ്റങ്ങൾക്കൊപ്പം തന്നെ സംഘർഷത്തിലേക്കും കാര്യങ്ങൾ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ യുവാവിനെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വലിയ രീതിയിൽ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നടപടികൾ ഇവിടെ നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒപ്പം തന്നെ ഈ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് മറുപടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനും നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അത് ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു യുവാവിനെ കൂടി, 2 യുവാക്കളെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കാരണം പോലീസിനെ സംബന്ധിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് നടത്താൻ വന്ന ആളുകളോട് കൃത്യമായിട്ട് മറുപടി നൽകാൻ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആളുകൾക്കും പറ്റിയില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവരെല്ലാവരും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വന്ന ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വന്ന എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കണ്ടോ, നമ്മൾ പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. കാരണം അതായത് സാധാരണഗതിയിൽ വലിയ കുറ്റങ്ങൾ ചെയ്ത ആളുകളെ കൊണ്ടുപോകുന്നതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവരെ വലിച്ചഴിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ സാർ ഡ്രൈവിംഗ് ടെസ്റ്റിന് കുട്ടികളെ കൊണ്ടുവരും? എന്താ കാര്യം? ഇങ്ങനെ ഇപ്പോൾ നാട്ടുകാർ ഇവിടെ റോഡ് ഉപരോധിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കാര്യങ്ങൾ പോലീസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. കാരണം വലിയ രീതിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഏകദേശം 140ഓളം പ്രവർത്തകർ, 140ഓളം ഈ ടെസ്റ്റ് നടത്താൻ വന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവർക്ക് കൂടെ വന്ന ആളുകളും ഇത്തരത്തിൽ ഇവർക്കൊപ്പം കൂടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിച്ചു. അത് കൂടുതൽ പ്രകോപനത്തിനിടയാക്കി. കാരണം 50 പേര് മാത്രമേ ഇവിടെ ടെസ്റ്റ് നടത്തുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്നത്. സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. തിരൂര്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ തടയാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ് ഈ വാക്കേറ്റത്തിലേക്കും ഒപ്പത്തിന് കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൽ ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു, ആ യുവാവിന്റെ ദേഹത്തെ ലാത്തി കൊണ്ട് അടിച്ചതിന്റെ പാട് കണ്ടു. അതുപോലെ തന്നെ പിടിച്ചു വലിച്ച് ഷർട്ട് പൊട്ടിയത് കണ്ടു. അത്തരത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെയുള്ള പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ആകെ നാമമാത്രമായ പോലീസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവരുടെ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാം. പോലീസുകാർക്ക്
അശാസ്ത്രീയമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായി ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അത് ചോദ്യം ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം ഉയരുന്നത്. ഇവിടെ ടെസ്റ്റ് നടത്താൻ വന്നതാണ്. ടെസ്റ്റ് കഴിഞ്ഞാണ്ട് എനിക്ക് നവംബറിലാണ് ലേണിംഗിന്റെ ഈ ടെസ്റ്റിനുള്ള ഇത് കിട്ടുന്നത്, പെർമിറ്റ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ കോഴ്സും എന്താണ് പഠിച്ചത് കഴിഞ്ഞ് ഞാൻ ലേണിംഗ് ചെയ്യാൻ വേണ്ടി ലേണിംഗ് അല്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് ലേണിംഗിന്റെ കാലാവധി മാർച്ച് 30 അവസാനിക്കും. 7-ാം തീയതി ഇന്ന് ഞങ്ങൾ ക്ലാസ് ടെസ്റ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുകൾ നിങ്ങളായിരിക്കലാണോ? അല്ല, പക്ഷെ ഞങ്ങളെ കൂടെ ലേണിംഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അപ്പം അത്തരത്തിലാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചേരുന്നത്. മിനിസ്റ്റർ, ഡൈവിംഗ് ടെസ്റ്റിൽ പ്രതിഷേധം പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിനൊരു പരിഹാരം എന്താണ് മിനിസ്റ്റർ? മലയാള മനോരമ ന്യൂസ് ചാനലുകാര് കൊടുത്തൊരു തെറ്റായ വാർത്തയാണിത്. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ വിശദമായി കേൾക്കണം. ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലെ എണ്ണം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മന്ത്രിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. താങ്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമല്ലേ. 60 ലൈസൻസാണ് ഒരു സ്ഥലത്ത് ഒരാൾ കൊടുക്കുന്നത്. അതായത് അവർ പറയുന്നുണ്ട് 120-180 ലൈസൻസാണ് കൊടുക്കുന്നത്. അപ്പൊ 2 ഉദ്യോഗസ്ഥന്മാർ 60. അപ്പൊ രാവിലെ 8:30 മണിക്ക്, വളരെ ശ്രദ്ധയോടെ ജനങ്ങളും കേൾക്കണം, 8:30 മണിക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നു. ഇടുക്കി ജില്ലയിൽ അത് 9:30 മണിക്കാണ്. മലയോര മേഖലയുണ്ട്, അവിടെയൊക്കെ 9:30 മണിക്ക് ആരംഭിക്കും. 1:30 മണിയോടെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. 60 പേർക്ക് കൊടുക്കുന്നത് ഒരു ക്രമക്കേടാണ്. 60 പേരെന്ന് പറയുമ്പോൾ 6 മണിക്കൂറിൽ 60 ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ 10 ലൈസൻസ് കൊടുക്കുകയാണ്. 1 മണിക്കൂർ നമ്മളെല്ലാം സംബന്ധിച്ച് 1 മണിക്കൂർ 60 മിനിറ്റാണ്. ഈ മറ്റുള്ളവർ ചില ആളുകളെ കൂടെ സംബന്ധിച്ചത് 120 മിനിറ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ 60 മിനിറ്റാണ് ഇന്റർനാഷണലി 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കുന്നത്. ആ 60 മിനിറ്റിനുള്ളിൽ 10 ലൈസൻസ് പറയുമ്പോൾ ഒരു ലൈസൻസിന് പുറത്ത് 6 മിനിറ്റ് ആണ് ഉപയോഗിക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഒരു ലൈസൻസ് കൊടുക്കാൻ 6 മിനിറ്റ്. ഞാൻ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ലോജിക്ക് ഒന്ന് ചിന്തിക്കുക. 6 മിനിറ്റാണ്. 6 മിനിറ്റിൽ കേന്ദ്ര നിയമം അനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കണം. ഈ ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നില്ല, ഗ്രൗണ്ട് ടെസ്റ്റ്, പിന്നെ ചോദ്യാവലി, അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം ഈ ഡ്രൈവിംഗ് ആൾക്കാർ. അതിന്റെ ആൻസർ, സിഗ്നൽസിനെ കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കണം, അതവർ ആൻസർ ചെയ്യണം. അതിനുശേഷം ഇവരെ റോഡിൽ ടെസ്റ്റ് ചെയ്യണം. റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ആ റോഡ് ടെസ്റ്റ് പാർക്കിങ്, കയറ്റത്തിൽ നിർത്തിയെടുക്കുക, സിക്സ് ഡ്രൈവിംഗ്, ഇതെല്ലാം കേന്ദ്ര നിയമത്തിൽ പറയുന്നത്. ഇതെല്ലാം ചെയ്യാൻ 6 മിനിറ്റ് മതിയോ എന്ന് താങ്കളൊന്ന് ചിന്തിക്കണം. അല്ല മിനിസ്റ്ററെ, പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതിപ്പോ പല സ്ഥലങ്ങളിലും 150 പേര് 190 പേരൊക്കെ ടെസ്റ്റിനെത്തി. ഇത് മെയ് 1-ന് പൊതുവുള്ള പരിഷ്കാരം എന്നാണ് പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റായ ധാരണയാണ്. കുറയ്ക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തതാണ്. പുറത്ത് യോഗത്തിൽ പങ്കെടുക്കുകയും ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് രഹസ്യം ചോർത്തി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കും. ഒരു തടസ്സവുമില്ല. ഈ വന്നിരിക്കുന്നവർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ചെയ്തു കൊടുക്കും. ഒരു സംശയം കരുതി വേണ്ട. അല്ല മിനിസ്റ്റർ, അതൊന്നും പറയണേ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അടിയൊക്കെ ആവുന്നുണ്ട്. മലപ്പുറത്തൊക്കെ പോലീസ് വളഞ്ഞിട്ട് അടിക്കുകയാണ്. അതൊക്കെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഫോക്കസും ഈ വകുപ്പിലെ ചില ആളുകളുടെ ചില പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു കാര്യം. താങ്കൾ ഈ ക്രമക്കേടൊന്ന് മനസ്സിലാക്കുക. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഞാൻ ഈ പറഞ്ഞതൊന്ന്, ഞാൻ കള്ളം പറഞ്ഞാണെങ്കിൽ പോട്ടെ, ഞാൻ സത്യം 1:30 മണിയോടുകൂടി ഇത് അവസാനിക്കും. മാക്സിമം 2 മണി. ശരാശരി 1 മണിക്കൂറിൽ 10 ലൈസൻസ് എന്ന് പറയുമ്പോൾ 6 മിനിറ്റ് കൊണ്ട് ലഭിക്കുന്ന ഈ ലൈസൻസ് നമുക്ക് വണ്ടി ഓടിക്കാനാണോ ആളുകൾ റോഡിൽ പോകുന്ന ആൾക്കാർ ഇടിച്ചു കൊല്ലാനാണോ? അല്ല, ആ പരിഷ്കാരത്തിലെ യുക്തി മനസ്സിലായി, അങ്ങയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലായി. പക്ഷേ ഇത് ഈ സമയത്ത് ഇത്രയധികം ആളുകൾ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന അസ്വസ്ഥത. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. താങ്കൾ നേരെ പറഞ്ഞോളൂ. ഈ വന്നിരിക്കുന്ന സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ലൈസൻസ് ടെസ്റ്റ് നടത്തി കൊടുക്കും. ഞാൻ 24 ഉറപ്പിച്ച് പറയാണ്. ഞാൻ അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ആളല്ല, ഞാൻ ആലോചിക്കാതെ ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെയല്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്മാരെ ചർച്ച ചെയ്യൂ എന്നുള്ളത് ശരിയാണ്. അല്ല മിനിസ്റ്റർ, ഇന്നിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഇത് നടപ്പാക്കാം എന്ന് തീരുമാനിക്കുന്നപ്പോൾ ആരാണ്? അല്ല, അവരത് കേട്ടപ്പോൾ അങ്ങനെ ധരിച്ചു, അങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഒരു സർക്കാരിനെതിരെ ഒരു ബാഡ് മാർക്ക് ഉണ്ടാക്കണം എന്നിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്തുണ്ട്, മനസ്സിലായി. ഇത് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് ഇന്നലെ രാത്രി തന്നെ മലയാള മനോരമ ചാനലിന് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥനാരാണ്? അതിന് നിശ്ചിതനായ ഉദ്യോഗസ്ഥരെ ലോകത്തിൽ പങ്കെടുക്കുന്നത്. അതും ഒരു ഓൺലൈൻ മീറ്റിംഗിൽ RTO, ജോയിന്റ് RTO മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ജോയിന്റ് RTOയുടെ ചുമതലയുള്ള MD ഇവർ മാത്രം പങ്കെടുത്തൊരു യോഗത്തിൽ ഇത് ഔദ്യോഗിക യോഗമാണെന്നും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് ഡിസ്കസ് ചെയ്തിരുന്നും പറഞ്ഞിട്ടാണ് യോഗം ആരംഭിക്കുന്നത്.
അപ്പൊ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ആരാണ്? ഏത് കാലത്താണ്, അതുകൂടി താങ്കൾ അന്വേഷിക്കണം. ഒരു മാധ്യമ പ്രവർത്തനം നൽകി ഏത് കാലത്താണ്? ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ 40 ലൈസൻസാണ് കൊടുത്തിട്ടുണ്ട്. 2001, 2002 കാലഘട്ടം. ഇത് 60 മാറ്റിയത് ആരാണ് എന്നൊന്നും അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. ഈ 60ന്റെ ലോജിക്ക് മനസ്സിലായോ? ഈ 60 എന്ന് പറഞ്ഞാൽ 60 ഒരു മിനിറ്റിൽ 10 എണ്ണം, 6 മിനിറ്റാണ് ഒരു വണ്ടി. ഇത്രയും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, നിയമത്തിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ 6 മിനിറ്റുകളിൽ ചെയ്യുന്ന അത്ഭുത പ്രതിഭാസം. ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരും പറ്റിക്കുകയാണ്. അവരെന്താ ചെയ്യുന്നറിയാം? അവരൊരു ലൈസൻസ് എടുപ്പിക്കുക, പിന്നെ 1 മണിക്കൂറിന് 1000, 500 രൂപ, 800 രൂപ വെച്ചിട്ട് വാങ്ങിക്കൊണ്ട് കൈ തെളിയാൻ ഒരു പരിശീലനം. കൈ തെളിയാതെ ലൈസൻസിങ് കയ്യിലെടുക്കുക, പിന്നെ കൈ തെളി. ഇത് ഞാൻ പറയുന്ന യാഥാർത്ഥ്യമല്ലേ? നമ്മളെന്നൊരു സാധാരണ മന്ത്രിയൊക്കെ മാറ്റി നിർത്തുക, ഒരു സാധാരണ പൗരൻ തന്നെ ഇത് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ചുറ്റുപാടിൽ? ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കാൻ അറിഞ്ഞാത്തതുകൊണ്ട് പിന്നെ കൈ തെളിയാൻ ഡ്രൈവിംഗ് സ്കൂളുകാരന് മണിക്കൂറിന് 500 മുതൽ 1000 രൂപ വരെ കൊടുത്ത് സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ ഫലത്തിൽ എന്താണ്? ഈ പറയുന്ന 3000 രൂപയ്ക്കോ 4000 രൂപയ്ക്കോ അല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന 10-15,000 രൂപയ്ക്കാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ. അവർ പറയുന്നത് ഗിയർ. ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കുക, വേറൊരു കാര്യം അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഗിയർ ഇല്ലാത്ത വണ്ടിയിൽ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അന്വേഷിക്കാമല്ലോ, ഇന്ത്യയിൽ കയ്യിൽ ഗിയർ ഇടുന്ന ഏതെങ്കിലും വെഹിക്കിൾ ഉണ്ടോ? സ്കൂട്ടർ M80 എന്നൊരു മോഡലിലാണ് ഡ്രൈവിംഗ്. ഇവരൊക്കെ പറയുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും കബളിപ്പിക്കുകയാണ്, സർക്കാരിനെയും കബളിപ്പിക്കുകയാണ്, സമൂഹത്തെയും വഞ്ചിക്കുകയാണ്. അത് കണ്ടില്ലെന്ന ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ? നിയമവിരുദ്ധ പ്രവർത്തനം. ഇന്ത്യയിൽ കയ്യിൽ ഗിയറുള്ള ഒരു വണ്ടി ഉണ്ടാക്കുന്നില്ല. ഇപ്പം എല്ലാം നമുക്കറിയാം, മോട്ടോർ സൈക്കിളുകൾക്ക് മാത്രമേ ഗിയർ ഉള്ളൂ. മറ്റു വണ്ടികൾക്കെല്ലാം ഗിയർ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് ഗിയറാണ്. അതിന്റെ ലൈസൻസ് എന്ന് പറയുന്നത് ഗിയർലെസ് വെഹിക്കിളാണ്, ഗിയർ ഇല്ലാത്ത വാഹനങ്ങളാണ്. നമ്മൾ പലപ്പോഴും പിന്നെ വണ്ടി നിർത്തുമ്പോൾ കണ്ടിട്ടില്ലേ? താങ്കൾ തന്നെ നിർത്തുമ്പോൾ കയറ്റത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ മുമ്പ് ഇരിക്കുന്ന ആൾ പുറമോട്ട് ഇറങ്ങി വരും. നമ്മളെ വണ്ടിക്ക് ഇടിച്ചു വരുമെന്ന് പേടിച്ച് നമ്മളും ഭയന്നിരിക്കും, അല്ലേ? കറക്റ്റ് അല്ലേ? ശരി മിനിസ്റ്റർ, ഓക്കെ. താങ്ക് യു മിനിസ്റ്റർ. താങ്കൾ പറയുന്നൊക്കെ ഒക്കെ നേരായ കാര്യമാണ്, താങ്കൾ പറയുന്നൊക്കെ യുക്തിഭദ്രമായ കാര്യമാണ്. നമ്മൾ ചോദിച്ചത് ഇന്നുണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണ്. ആ പ്രശ്നം തീരുമാനമല്ല. മിനിസ്റ്റർ പറയുകയായിരുന്നു ഇന്നിപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് എന്ന് മിനിസ്റ്റർ 24 പറയുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ല. അതേതോ ഉദ്യോഗസ്ഥലത്തിൽ നടന്ന ലീക്കാണ്, അതല്ലാതെ ഇന്ന് മുതലാണ് ഒരു തീരുമാനം എവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിലൊന്നാകെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്നൊക്കെ കുറച്ചുകൂടി ഗുരുതരമായ പരിശോധനയിലേക്ക് മിനിസ്റ്റർ കടക്കേണ്ടതുണ്ട്. മിനിസ്റ്റർ കടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയുമാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ഈ ഏതോ വലിയ കുറ്റക്കാരെയൊക്കെ വളഞ്ഞിട്ടിടിക്കുന്ന പോലെ പല സ്ഥലങ്ങളിൽ ഇടിക്കുകയാണ്. ഇത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെയാണ് ഇടിക്കുന്നത്. അതെ, തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. ഇപ്പോൾ മന്ത്രി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞു, ഇപ്പൊ നമ്മുടെ 24 ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, കൃത്യമായിട്ട് എല്ലാവർക്കും ടെസ്റ്റ് നടത്താം. ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് ഇവിടെ സംസാരിച്ചു. പക്ഷെ അവർക്ക് മുകളിൽ നിന്ന് അത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. മന്ത്രി ഒന്നും ഉദ്യോഗസ്ഥർ മറ്റൊന്നുമാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മളോട് പറയുന്നത്. ഇതിൽ ഇരകളാവുന്നത് പ്രധാനമായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ഈ ടെസ്റ്റ് നടത്താൻ വന്നിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ്. പ്രത്യേകിച്ച് കനത്ത ചൂടാണ്. ഈ ചൂടിനെ പോലും അവഗണിച്ചാണ് ഇവരെല്ലാവരും തന്നെ കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത്. അതിന് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൽ വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്ക് ഈ ടെസ്റ്റ് നടത്തിയതിനു ശേഷം വേണം വിദേശത്തേക്ക് പോകാൻ. അതിന് കണക്കാക്കിയാണ് ഡേറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. വീട്ടിലെ പല പണികളും ഉപേക്ഷിച്ച് ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ ലീവ് എടുത്തും ഒക്കെ അങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് പലരും. അല്പം മുമ്പ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ നമ്മൾ വലിയ ഏതെങ്കിലും സമരങ്ങളോ അല്ലെങ്കിൽ മാർച്ചുകളോ ഒക്കെ കാണുന്ന ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഓരോരുത്തരെ വലിച്ചഴിച്ച് കൊണ്ടുപോകാറുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് ഇവിടെ നിന്നും 2 ചെറുപ്പക്കാരെ വലിച്ചഴിച്ച് കൊണ്ടുപോയത്. ഒരുത്തനെ ലാത്തി കൊണ്ട് അടികിട്ടിയതിന്റെ പാടുകളും ശരീരത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ഒരുത്തന്റെ ഷർട്ടും വലിച്ചു കീറിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിചിത്രമായ നടപടികളാണ് ഇപ്പോൾ മലപ്പുറത്തെ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞതുപോലെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ നവംബറിലൊക്കെ ലേണേഴ്സ് ലൈസൻസ് എടുത്തവർക്ക് മാർച്ചിൽ അതിന്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ അവർക്ക് ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഈ ടെസ്റ്റ് എടുത്ത് അതിന്റെ റിസൾട്ട് അറിഞ്ഞില്ലെങ്കിൽ അവർ വീണ്ടും ഈ ലേണേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പക്ഷേ മിനിസ്റ്റർ നൽകുന്ന ഉറപ്പ് ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം എന്നതാണ്. പക്ഷെ അവിടെ സംഘർഷത്തിന് അയവില്ല. ജീപ്പിന് മുകളിൽ കയറിയിരുന്നുള്ള പ്രതിഷേധമൊക്കെ കണ്ടു. എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? ഈ അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാണോ? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും അതാണ് പൊടുന്നനെയുള്ള ഒരു ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ അതിന് ഇരകളാകുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകളും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രായമായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെയാണ്. കാരണം ഉദ്യോഗസ്ഥരോട് നമ്മളിപ്പോൾ സംസാരിച്ചു, മന്ത്രി ഇപ്പോൾ 24 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. മാത്രമല്ല ഇന്ന് ടെസ്റ്റിന് വന്ന മുഴുവൻ ആളുകളും ടെസ്റ്റ് നടത്താൻ മന്ത്രി അല്പം മുമ്പ് നമ്മളോട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഫീൽഡിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് നമ്മൾ അത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല, മറിച്ച് അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. സാർ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ മന്ത്രി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എവിടുന്നാണ്? മലപ്പുറം ആർടിയോട് ചോദിക്കും. എനിക്ക് പ്രതികരിക്കാനില്ല. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് താഴെക്കിടയിലേക്ക് അത്തരം നിർദ്ദേശം വന്നിട്ടില്ല? ഇല്ല, നിങ്ങൾ ആർടിയോട് സംസാരിക്കുക കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. ഇപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് താഴെക്കിടയിലേക്ക് അത് സംബന്ധിച്ച് ഒരു ഉത്തരവ് വന്നിട്ടില്ല. മന്ത്രി മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു നിർദ്ദേശവും നിലവിലെ സാഹചര്യത്തിൽ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലൊരു തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രണ്ട് തട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കിടക്കുന്നത്. മന്ത്രി ഒരു ഭാഗത്ത് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, സുഗമമായിട്ട് ടെസ്റ്റ് നടത്താമെന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഉത്തരവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഒരു വെയിലത്ത് ജനങ്ങൾ പുലർച്ചെ 6 മണിക്കൊക്കെ വന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഈ പ്രതിഷേധവുമായി തമ്പടിച്ച് നിൽക്കുകയാണ്. കാരണം ഇന്ന് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന നിലപാടാണ് ഇവർ പ്രധാനമായിട്ടും സ്വീകരിക്കുന്നത്. എന്തായാലും നിലവിലെ ഇവിടുത്തെ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ സാഹചര്യം തന്നെയാണ്. ഒരു ഭാഗത്ത് പോലീസുണ്ട്, മറുഭാഗത്ത് MBDന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ടെസ്റ്റ് നടത്താൻ വന്ന ആളുകളും അവരുടെ കൂടെ വന്ന മിനിസ്റ്റർ പറയുകയാണ്. ഷഹദ് എന്തുകൊണ്ടാണ് 60 എന്നതിലേക്ക് നിജപ്പെടുത്തുന്നത് എന്ന കാര്യം മിനിസ്റ്റർ പറയുന്നുണ്ട്. ആ പറയുന്നതിൽ കാര്യവുമുണ്ട്. ഇപ്പം ഇതിലെ പ്രശ്നം ഇതൊന്നും അറിയാതെ മെയ് 1 നടപ്പാക്കുന്ന പരിഷ്കാരത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ വന്ന് നിന്നിട്ട് 190 പേരെ വെച്ചിട്ട് 60 പേരെ മാത്രമേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ 50 പേരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറയുന്നതിലെ നീതികേടാണ് ചർച്ചയാവുന്നത്. മന്ത്രിയോട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതാ നിങ്ങൾ പോയി ആർടിയോട് ചോദിക്കുക എന്നതാണ് മറുപടി അവർ പറയുന്നത്, ഉദ്യോഗസ്ഥർ പറയുന്നത്. ചേട്ടാ, മന്ത്രി തന്നെ നേരിട്ട് പറയുന്നത് അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല, സ്ലോട്ട് ചെയ്ത് എല്ലാവർക്കും ലൈസൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുമതി ഉണ്ട് എന്ന് പറഞ്ഞാലോ അത് കേൾക്കില്ലേ? അതാണ് ഹാഷ്മി. എനിക്ക് തോന്നുന്നു അത് കാണുന്ന പ്രേക്ഷകർ ഇപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകും ഇവിടെ നിന്നുള്ള പ്രതികരണവും ഒപ്പം തന്നെ മന്ത്രി നടത്തിയ പ്രതികരണം. കാരണം എന്നിട്ടും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം പ്രായോഗികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കഴിഞ്ഞ 3 മാസം മുൻപ് വരെ ഇത്തരത്തിൽ ഈ ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടി അത് കാത്തിരുന്ന് പലതരത്തിലുള്ള ജോലികളും മാറ്റി നിർത്തി ഇന്ന് അവധിയെടുത്ത് രാവിലെ പുലർച്ചെ ഇവിടെ എത്തി ടെസ്റ്റ് നടത്തി മറ്റു ജോലികൾക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ലോജിക്കും ഒപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നേരത്തെ നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കൊപ്പം മാത്രമേ ഈ വിഷയത്തിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണ്. എന്തായാലും മലപ്പുറം ആർടിഒയുടെ ഒരു പ്രതികരണം കൂടെ ലഭ്യമാകുമോ എന്ന് നോക്കുക. എന്താണ് അവരുടെ ഒരു തീരുമാനം എന്ന് അറിയണമല്ലോ. അതേപോലെ നമ്മൾ കൊല്ലത്തേക്ക് കൂടെ പോവുകയാണ്. കൊല്ലത്ത് അരുൺരാജ് ഉണ്ട്. അരുൺരാജ്, അല്പസമയം മുമ്പാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് ഇത്തരത്തിലൊരു തീരുമാനം, അതായത് ഇത് ഇന്ന് നടപ്പാക്കുക എന്നൊരു തീരുമാനമൊന്നും എടുത്തിരുന്നില്ല, ഇത് ചോർന്നുപോയ ഒരു സംഭവമാണ്, അതെങ്ങനെയാണ് എന്നറിയില്ല. എന്തായാലും ഇന്ന് ബുക്ക് ചെയ്ത എല്ലാവർക്കും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അവസരം നൽകുമെന്നാണ് മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞത്. അത് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടുണ്ടോ? അവിടെ നിന്നുള്ള അവസ്ഥ എന്താണ്? ക്രിസ്റ്റീന, എന്തായാലും ഉദ്യോഗസ്ഥർ ഇവിടുന്ന് തടിയൂരിയിട്ടുണ്ട്. കാരണം ഈ പ്രതിഷേധം കൂടുതൽ കനത്തതോടെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറിയത്. ഈ നേരത്തെ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത അതേ സാഹചര്യം തന്നെയാണ്. ഇത്തരമൊരു ഉത്തരവ് നിലവിൽ ഇറങ്ങിയിട്ടില്ല. ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം നിലവിൽ ലഭിച്ചിരിക്കുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് മേധാവിമാരുടെ ഉത്തരവാണ്. ആ വാക്കാലുള്ള നിർദ്ദേശമാണ്, ഉത്തരവായിട്ടല്ല, ഒരു വാക്കാൽ നിർദ്ദേശമാണ്. ഇന്ന് മുതൽ ഒരു ക്ലിപ്തത ഉണ്ടാകുന്നു. ഒരു കാര്യങ്ങളിൽ എല്ലാവർക്കും ലൈസൻസ് നൽകേണ്ടതില്ല, സ്ലോട്ട് ബുക്ക് ചെയ്ത ചുരുക്കം ചിലർക്ക് മാത്രം നൽകിയാൽ മതി എന്ന തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അതാണ് രാവിലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടം നൽകിയത്. പക്ഷേ ഇത്തരമൊരു തീരുമാനം സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മന്ത്രിയോ അറിഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ മന്ത്രി ഒരു ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും നാളെ മുതൽ എങ്ങനെയാകും സ്ഥിതി എന്ന കാര്യത്തിൽ കൂടി വലിയ ആശങ്ക നിലനിൽക്കുന്നു. കാരണം ഏപ്രിൽ വരെ ഈ രീതിയിൽ 180-ലധികം വരുന്ന സ്ലോട്ടുകൾ ഇതിനോടകം തന്നെ ബുക്കിംഗ് ആയി കഴിഞ്ഞു. സ്വാഭാവികമായും അപ്പോൾ ഇനി നാളെ മുതൽ എങ്ങനെയാണ് എന്നുള്ള ചോദ്യം അടക്കം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പലരും ജോലിയടക്കം അല്ലെങ്കിൽ ഇന്നത്തെ ജോലിയടക്കം ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നവരാണ്. കാരണം ആദ്യം വരുന്നവർക്ക് ഒരു പരിഗണന ലഭിക്കുമോ എന്നുള്ളതാണ് അവർ ആദ്യം കണക്കാക്കിയത്. അങ്ങനെ ഇവിടേക്ക് വന്നവരുണ്ട്. എവിടെ നിന്നാണ് വന്നത്? ശക്തിയുള്ളകര. എത്ര നേരമായി? വെളുപ്പിന് 5:30 വന്നത്. ഉത്തരവ് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല, അറിയാതെ നേരത്തെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു നിന്നത്. ജോലിയുണ്ടോ? ജോലിയില്ല. എപ്പോ വന്നതാ? 6 മണിക്ക് വന്നതാ. ഉത്തരവ് പറഞ്ഞുകൊണ്ട് വന്നതാണോ? അല്ല. ഇപ്പൊ ഉദ്യോഗസ്ഥർ എന്താ പറയുന്നത്? അവരൊന്നും പറയുന്നില്ല, 1/2 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കും.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഹാഷ്മി. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ കനക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ഒരു മാറുന്ന സ്ഥിതിയാണ്. ഈ നീണ്ട നിര, അത് ഈ സ്ലോട്ട് ബുക്ക് ചെയ്തവരുടെ നീണ്ട നിരയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാരണം ഓരോരുത്തരും ഈ രാവിലെ തന്നെ പലരും ഈ നിർദ്ദേശം അറിയാതെ വന്നവരുണ്ട്. ഈ ജോലികൾ ശരി അരുൺരാജ്, ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിലൂടെ വ്യക്തത വരാനുണ്ട്. കാരണം മന്ത്രി ഇത് പറഞ്ഞത് ടിവിയിലൂടെയാണ്. ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചില്ല എന്ന ഒരു വ്യക്തതക്കുറവുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇന്നത്തെ ടെസ്റ്റിന്റെ കാര്യം എല്ലാവർക്കും ടെസ്റ്റ് നൽകാനുള്ള സൗകര്യമുണ്ട്. ഇനി നാളെ മുതൽ എങ്ങനെയാകും? ഇത്തരം കാര്യങ്ങൾ കൂടി അരുൺരാജ് മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് എത്രയും പെട്ടെന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. എന്തായാലും മന്ത്രി അസന്നിഗ്ധമായി പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ലാത്തതെന്ന് പറയുന്നു. ഇന്നിപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് എല്ലാവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അനുവാദമുണ്ട്. മെയ് 1 മുതൽ ആ പരിഷ്കരണത്തിന്റെ തീയതി നേരത്തെയാക്കാൻ ആരും എവിടെയും തീരുമാനിച്ചിട്ടില്ല. യോഗം ചേർന്നൊന്നും ശരിയാണ്. അത് ചില ഉദ്യോഗസ്ഥരുടെ കുൽസിത പ്രവൃത്തി മൂലമാണ് അത് രാവിലെ എത്തിയതെന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി ഗുരുതരമാകുന്ന കാര്യങ്ങൾ അന്വേഷണമൊക്കെ ആവശ്യപ്പെടുത്തി ഏത് ഉദ്യോഗസ്ഥരാണ്, ഏത് തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അതിൽ വ്യക്തത വരട്ടെ. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ ഉദ്യോഗാർത്ഥികളെ അടിക്കുക, മർദ്ദിക്കുക പോലുള്ള പരിപാടികൾ ശരിയല്ല എന്ന് മാത്രം പറയുന്നു.